കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെ പരാജയപ്പെടുത്തി വീണ്ടും വിജയവഴിയിലെത്തിയിരുന്നു. എന്തായാലും അതൊരു ആശ്വാസമാണ്. അപ്പോൾ വലിയ ആവേശമൊന്നും ഇല്ല. മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്. 13-ാം സ്ഥാനത്ത്, ഏറ്റവും അവസാന സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് മുഹമ്മദൻ സ്പോർട്ടിങ്. അവരുടെ വീക്ക്നെസ് നമുക്കറിയാം. അപ്പോൾ അവർ കൊച്ചിയിൽ വന്നാൽ നമ്മളൊരു വിജയം നേടുന്നു. 3-0 വിജയമാണ് നേടിയതെങ്കിൽ പോലും വലിയ ആവേശമൊന്നും ആരാധകർക്കില്ല. പക്ഷെ ഒരു ആശ്വാസം തന്നെയാണ്. കാരണം മിക്കേൽ സ്റ്റാറെ കോച്ചിങ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ മത്സരത്തിൽ തന്നെ വിജയിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. അത് മാത്രമല്ല, ഒരു വിജയം അത്യാവശ്യമായിരുന്നു. അപ്പോൾ അത് നേടാൻ സാധിച്ചു എന്നുള്ളത് ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിലൊക്കെ ഇനിയും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് കറക്റ്റായിട്ട് പല പൊസിഷനിലും ചില റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ ബാക്കപ്പ് ഒക്കെ വന്നില്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇപ്പം ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങാൻ ഓപ്പൺ ആവാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ വിൻഡോയിൽ ആരെയൊക്കെ കൊണ്ടുവരും എന്നുള്ളതാണ് ഒരു ചോദ്യം. എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ വമ്പൻ മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ചില പ്രധാനപ്പെട്ട പൊസിഷനിലെങ്കിലും താരങ്ങളെ സൈൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ബ്ലാസ്റ്റേഴ്സിന്. അല്ലെങ്കിൽ പ്ലേ ഓഫ് എന്നുള്ള ആ ഒരു മോഹമൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. കാരണം വെറുതെ ഇങ്ങനെ കളിക്കാനാണെങ്കിൽ ഓക്കെ, പക്ഷെ ഒരു പ്ലേ ഓഫ് ഒക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കറക്റ്റായിട്ട് ലക്ഷ്യമിടുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള താരങ്ങളെ കൊണ്ടുവരണം. പിന്നെ മാനേജ്മെന്റ് ഒരു ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നല്ല പ്രഷറൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എത്രത്തോളം അവർ മാറ്റങ്ങൾ കൊണ്ടുവരും, എത്രത്തോളം പണം അതിനു വേണ്ടി ചെലവിടും എന്നുള്ളതൊക്കെ ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ, കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ പല താരങ്ങളെയും ഫ്രീ ഏജന്റ് ആയിട്ടൊക്കെ സൈൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അവരത് യൂട്ടിലൈസ് ചെയ്തില്ല. അപ്പോൾ അതൊക്കെയാണ് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇതിലിപ്പം പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സീസണിൽ ഏറ്റവും തലവേദന ഉണ്ടാക്കിയ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഗോൾ കീപ്പറുടെ പൊസിഷനാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. സോംകുമാർ ആണെങ്കിലും സച്ചിൻ സുരേഷ് ആണെങ്കിലും ഇവർ വരുത്തിയ പിഴവുകളാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു പരിധിവരെ ബ്ലാസ്റ്റേഴ്സിനെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആരെ സൈൻ ചെയ്തില്ലെങ്കിലും, ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇനി ആരെ സൈൻ ചെയ്തില്ലെങ്കിലും, ഇനി ഒരു ഒറ്റ സൈനിങ് നടത്തിയില്ലെങ്കിലും മിനിമം ഒരു ഗോൾ കീപ്പറെ എങ്കിലും, നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയുള്ള ഒരു ഗോൾ കീപ്പറെങ്കിലും കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തയ്യാറാകണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് എക്സ്പീരിയൻസ്ഡ് ആയുള്ള ഒരു ഗോൾ കീപ്പർ, നല്ലൊരു ഷോട്ടൊക്കെ സേവ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള, നല്ല മനോധൈര്യമുള്ള, ഡിഫൻസിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന, ഏകോപനത്തോടെ കളിക്കാൻ പറ്റുന്ന നല്ല ഒരു സ്റ്റേച്ചറുള്ള ഒരു ഗോൾ കീപ്പർ, എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഗോൾ കീപ്പർ ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യമാണ്. അപ്പോൾ അത് ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. കാരണം നിരവധി താരങ്ങളുടെ പേരൊന്നും നമുക്കിപ്പോൾ പറയാനില്ല. അപ്പോൾ അവൈലബിൾ ആയിട്ട് ഉള്ള പ്ലെയേഴ്സ് ആരാന്നുള്ളതാണ്. കാരണം എല്ലാ ക്ലബ്ബുകളും നല്ല രീതിയിൽ സെറ്റായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരും പെട്ടെന്നൊന്നും അവരുടെ ഗോൾ കീപ്പേഴ്സിന്, ഇപ്പോൾ സെക്കൻഡ് ഗോൾ കീപ്പർ ആണെങ്കിൽ പോലും വിട്ടു നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പം പല പേരുകളും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഗോവയുടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഗോൾ കീപ്പറായ ലക്ഷ്മികാന്ത് കട്ടിമണിയുടെ പേരാണ് കേൾക്കുന്നത് ഒന്ന്. പിന്നെ അതിനൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ സീസണിൽ നമുക്ക് വേണ്ടി ലോണിൽ എത്തിയ ഗോൾ കീപ്പറായ ലാറ ശർമ്മയുടെ പേരും കേൾക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇപ്പം ഗോവയുടെ ഗോൾ കീപ്പറാണ്. അപ്പോൾ FC ഗോവയുടെ 1-ാം നമ്പർ ഗോൾ കീപ്പർ ഹൃതിക് തിവാരിയാണ്. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മികാന്ത് കട്ടിമണിയെ പോലെ ഒരു ഗോൾ കീപ്പറെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയ, നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി ഗോൾ വേല കാത്ത ISL എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ കീപ്പറെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പക്ഷെ അതൊക്കെ എത്രത്തോളം സാധ്യമാണെന്നുള്ളതാണ് ഒരു പ്രോബ്ലമായിട്ട് നിൽക്കുന്നത്. പിന്നെ വരുന്ന ഗോൾ കീപ്പേഴ്സ് ചില പേരുകൾ കൂടി കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലെ മിർഷാദ് മിച്ചുവിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിൻ്റെ 2-ാം നമ്പർ ഗോൾ കീപ്പറാണ്, മലയാളിയാണ്, കാസർകോട്ടുകാരനാണ്. പിന്നെ അരിന്ദം ഭട്ടാചാര്യയുടെ പേരുണ്ട്. അരിന്ദം ഭട്ടാചാര്യ ISL വാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ കീപ്പറാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കളിക്കുന്നത് ഐ ലീഗിലാണ്. ഐ ലീഗിലെ ഇന്റർ കാശിയുടെ ഗോൾ കീപ്പറാണ് അരിന്ദം ഭട്ടാചാര്യ. പക്ഷേ ഇന്റർ കാശി നിലവിൽ 2-ാം സ്ഥാനത്താണ് ഐ ലീഗിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ക്രിട്ടിക്കൽ ജംഗ്ഷറിൽ നൽകുമോ, അതായത് വിട്ടു നൽകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നെ നല്ല പണവും കൊടുക്കേണ്ടി വരും ഇൻ കേസ് അവർ വിട്ടു നൽകുകയാണെങ്കിൽ. അപ്പോൾ അതിനും മാനേജ്മെന്റ് തയ്യാറാകണം എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പിന്നെയും പേരുകൾ കേൾക്കുന്നുണ്ട്. ഇപ്പം ഗുർമീതൊന്നും എന്തായാലും ഇനിയിപ്പോൾ ലഭിക്കില്ല. കാരണം ഗുർമീത് ഇപ്പം നോർത്ത് ഈസ്റ്റിൻ്റെ 1-ാം നമ്പർ ഗോൾ കീപ്പറാണ്. പക്ഷേ കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് വേണമെങ്കിൽ സൈൻ ചെയ്യാൻ പറ്റുന്ന ചാൻസ് ഉണ്ടായിരുന്ന ഒരു ഗോൾ കീപ്പറാണ്. പിന്നെ TP രഹനേഷാണ് മറ്റൊരു ഓപ്ഷനായിട്ട് എടുക്കുന്നത്. TP രഹനേഷ് പക്ഷേ ഇപ്പോൾ മുംബൈക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവസാന 2 മത്സരത്തിൽ അദ്ദേഹമായിരുന്നു 1-ാം നമ്പർ ഗോൾ കീപ്പറായിട്ട് ഇറങ്ങിയിരുന്നത്. ഫുർബാൽ HNP ഉണ്ടെങ്കിലും TP രഹനേഷിൻ്റെ ഒരു ബാക്കപ്പ് മുംബൈക്ക് വളരെ അത്യാവശ്യമാണ്. TP രഹനേഷിനെ കഴിഞ്ഞ സമ്മറിലൊക്കെ വേണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഫ്രീ ഏജന്റായിട്ട് സൈൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും യൂട്ടിലൈസ് ചെയ്തില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പം ഇത്തരം പേരുകളൊക്കെയാണ് കേൾക്കുന്നത്. അപ്പം ഇനി ആരെങ്കിലുമൊക്കെ കിട്ടാതെ ബ്ലാസ്റ്റേഴ്സ് ഒരു എക്സ്പീരിയൻസ് ആയ ഒരു ഗോൾ കീപ്പർ ഇല്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു ഡെഡ്ലി തന്നെയായിരിക്കും. ഡെഡ്ലി ആയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. കാരണം ഇനിയും മിസ്റ്റേക്കുകളൊക്കെ, ഇതേപോലെ സില്ലി മിസ്റ്റേക്കുകളൊക്കെ വരുത്തുകയാണെങ്കിൽ കാര്യങ്ങൾ പിന്നെ നോക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഈ ഒരു സീസണെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ മറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. അതൊരു പ്രധാനപ്പെട്ട പൊസിഷൻ തന്നെയാണ്. കാരണം ഒരു ടീമിലെ ഏറ്റവും നിർണായകമായ, പ്രത്യേകിച്ച് മോഡേൺ ഫുട്ബോളിലെ ഏറ്റവും നിർണായകമായ പൊസിഷനാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡറുടേത്. നമുക്ക് നല്ലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഉണ്ടായിരുന്നു, ജിക്സൺ സിംഗിനെ കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിന് നമ്മൾ വിറ്റു.
പക്ഷേ അതിനുശേഷം ആ പണമൊക്കെ ലഭിച്ചെങ്കിലും തിരിച്ച് ഒരു പ്രോപ്പറായുള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കൊണ്ടുവരാൻ നമ്മൾ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ ഫ്രെഡി അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെയാണെങ്കിലും ആ ഒരു പൊസിഷനിൽ നല്ലൊരു ബാക്കപ്പ് ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കൊയ്ഫ് ബേസിക്കലി ഒരു സെൻട്രൽ ബാക്കാണ്. അപ്പോൾ കൊയ്ഫ് ഡിഫൻസീവ് മിഡ്ഫീൽഡറിൻ്റെ ഒരു റോള് എക്സ്ട്രാ ആയിട്ട് ചെയ്യുകയാണ്, പക്ഷെ ബേസിക്കലി അയാളൊരു സെൻറ്റർ ബാക്കാണ്. അപ്പോൾ അതാണ് ഒരു പ്രോബ്ലം. അതൊരു പൊസിഷനിൽ പിന്നെ ഇപ്പോൾ ഈ ഗോൾ കീപ്പർ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനായിട്ട് നമുക്ക് വേണ്ട ഒരു വൈറ്റൽ പൊസിഷൻ എന്ന് പറയുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ പൊസിഷൻ തന്നെയാണ്. അതിപ്പം നിഖിൽ പ്രഭു പിന്നെ ജിതേശ്വർ സിംഗ്, ഇവർ രണ്ടുപേരുടെ പേരുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നിഖിൽ പ്രഭു പഞ്ചാബിൻ്റെ ഒരു പ്രധാനപ്പെട്ട താരമാണ്. ജിതേശ്വർ സിംഗ് ആണെങ്കിൽ ചെന്നൈയിന് വേണ്ടി ഇടയ്ക്കൊക്കെ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിലൊക്കെ അദ്ദേഹം സ്റ്റാർട്ടിങ്ങിലുള്ള ഇറങ്ങിയിരുന്നു. യങ് പ്ലെയറാണ്, മണിപ്പൂരിൽ നിന്നുള്ള പ്ലെയറാണ്. അപ്പോൾ ഈ രണ്ട് പേരുകൾ, ഈ രണ്ട് ഓപ്ഷനുകളാണ് ഇപ്പം മുമ്പിലുള്ളത്. അപ്പോൾ ഇവരെ കൊണ്ടുവരാൻ, അതായത് ഈ ജനുവരിയിൽ തന്നെ ഇവരെ കൊണ്ടുവരാനുള്ള ശ്രമം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും അത്ര എളുപ്പമായിരിക്കില്ല. ഇപ്പോൾ നിഖിൽ പ്രഭു എന്തായാലും നിഖിൽ പ്രഭുവിന് വിട്ടുകൊടുക്കാൻ പഞ്ചാബ് തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. ജിതേശ്വർ സിംഗ് ആണ് പിന്നെ അല്പമെങ്കിലും സാധ്യത കാണുന്ന ഒരു പ്ലെയർ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെയും ഒരുപാട് പൊസിഷനിലൊക്കെ പ്ലേയേഴ്സിനെ കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ റൈറ്റ് ബാക്ക് എന്നും ഒരു തലവേദന തന്നെയാണ്. ഈ സീസണിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. സന്ദീപ് സിംഗിൻ്റെ പെർഫോമൻസ് ഒക്കെ അട്ടർ ഫ്ലോപ്പായിരുന്നു. പിന്നെ പ്രബീർദാസ് പരിക്കായിരുന്നു. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. പക്ഷെ പ്രബീർദാസിന് അങ്ങനെ നമുക്ക് അത്ര ബാങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല. പലപ്പോഴും മിസ്റ്റേക്സ് ഒക്കെ വരുത്തുന്ന ഒരു പ്ലെയറാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പം നിലവിലിപ്പം ഐബാൻ ഡോലിംഗ് പരിക്ക് മാറി തിരിച്ചെത്തിയിട്ടുണ്ട്. അതൊരു ആശ്വാസമാണ് റൈറ്റ് ബാക്ക് പൊസിഷനിൽ. അങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ആശ്വാസമുണ്ട്. കുറച്ചും കൂടെ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന പ്ലെയറാണ് ഡോലിംഗ്. എന്നാലും അവിടെയും ഓപ്ഷൻസ്, ഇപ്പോൾ അടുത്ത സമ്മറിലൊക്കെ എന്തായാലും റൈറ്റ് ബാക്ക് എന്നുള്ള രീതിയിൽ ഒരു നല്ല പ്ലെയറെ കൊണ്ടുവരേണ്ടത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പിന്നെ ഒരു വിദേശ സെൻട്രൽ ബാക്ക്, ഒരു സ്ട്രോങ് ആയുള്ള സെൻട്രൽ ബാക്ക്, ലെസ്കോവിച്ച് പോയതിനു ശേഷം ആ ഒരു പൊസിഷനിലേക്ക് വരേണ്ട ഒരു സെൻട്രൽ ബാക്ക്, അതൊരു പെൻഡിങ് ആയുള്ള സംഭവമാണ്. പക്ഷെ അതൊന്നും നമ്മൾ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അതിമോഹം എന്ന് പറയേണ്ടി വരും. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അത്രയ്ക്കൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ വരുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് വിങ്ങർ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇപ്പോൾ കോറു സിംഗ് നന്നായിട്ട് കളിക്കുന്നുണ്ട് ആ ഒരു പൊസിഷനിൽ. പക്ഷെ അതാണെങ്കിലും ഭാവിയിൽ നല്ലൊരു റൈറ്റ് വിങ്ങറെ കൊണ്ടുവരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് മാറ്റങ്ങൾ ടീമിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പെട്ടെന്ന് തോന്നുന്നത്. എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരിക്കൽ കൂടി പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയത് നല്ലൊരു ഗോൾ കീപ്പറെ എങ്കിലും ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഡിസാസ്റ്റർ തന്നെയായിരിക്കും ഫലം എന്ന് പ്രത്യേകിച്ച് ഊഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമോ? ആരൊക്കെ കൊണ്ടുവരാനാണ് സാധ്യത? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.